നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വിജ്ഞാന കേരളം തൃശൂർ തൊഴിൽ പൂരത്തിനോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഗാ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ദേശീയപാത ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട ടാറ്റ സുമോ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പോസ്റ്റിലിടിച്ച് അപകടം. കാടുകുറ്റി പഞ്ചായത്തിന് കളിസ്ഥലം വാങ്ങാനായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാടുകുറ്റി യൂണിറ്റ് 1.1 ലക്ഷം രൂപ പഞ്ചായത്തിന് കൈമാറി. വെള്ളിക്കുളങ്ങര കൂർക്കമറ്റത്ത് വെട്ടുകത്തിക്കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ പിടിയിൽ. പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ 3 പേരെ വരദരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. വിജ്ഞാന കേരളം തൃശൂർ തൊഴിൽ പൂരത്തിനോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഗാ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പദ്ധതിയെക്കുറിച്ച് വിവരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ രാജേശ്വരി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കോർഡിനേറ്റർ റോസ്ലി പാപ്പച്ചൻ, കമ്മ്യൂണിറ്റി അംബാസിഡർ ജീത്തു സുനിൽ, വാർഡ് LRPമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ വരുന്ന 26-ാം തീയതി തൃശ്ശൂർ ജില്ലയിൽ വലിയ തൊഴിൽ പൂരം നടക്കുകയാണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായിട്ടാണ് 52ഓളം കമ്പനികളുടെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്ത് ഇന്ന് വലിയൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ്. DWMSൽ എല്ലാ ഉദ്യോഗാർത്ഥികളെയും രജിസ്റ്റർ ചെയ്യിക്കുന്ന ഒരു പ്രവർത്തനം കൊടകര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 184ഓളം പേർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി DWMSൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തൊഴിൽ വേക്കൻസികളിൽ, ജോബ് വേക്കൻസികളിൽ അവർ അറ്റ് ദി സ്പോട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയിൽ പോട്ട സിഗ്നൽ ജംഗ്ഷനു സമീപം നിയന്ത്രണം വിട്ട ജീപ്പ് സമീപത്തെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ കാലിൽ ഇടിച്ച് യാത്രക്കാരായ 10 പേർക്ക് പരിക്കേറ്റു. ഊരകം പറപ്പൂർ സ്വദേശികളായ ചീരോത്ത് വീട്ടിൽ ശ്രീധരൻ്റെ മകൻ 38 വയസ്സുള്ള രാജേഷ്, നാലുപുരയ്ക്കൽ സുമേഷിൻ്റെ ഭാര്യ 28 വയസ്സുള്ള വിപിന, നാലുപുരയ്ക്കൽ രാമൻ്റെ മകൻ 25 വയസ്സുള്ള സിദ്ധാർത്ഥൻ, നാലുപുരയ്ക്കൽ അനീഷിൻ്റെ ഭാര്യ 25 വയസ്സുള്ള സന്ധ്യ, അനീഷിൻ്റെ മകൻ 3 വയസ്സുള്ള ജാനവ്, മകൾ 4 വയസ്സുള്ള ജാൻവി, കോഴിപ്പറമ്പിൽ പ്രവീണിൻ്റെ മകൾ അതുല്യ 8 വയസ്സ്, മകൾ ആത്മിക 2.5 വയസ്സ്, പ്രവീൺ ഭാര്യ 36 വയസ്സുള്ള സിനി, സിദ്ധാർത്ഥൻ ഭാര്യ 58 വയസ്സുള്ള മല്ലിക എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റ എല്ലാവരെയും ചാലക്കുടി സെൻറ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് പറയുന്നു. കാടുകുറ്റി പഞ്ചായത്തിന് കളിസ്ഥലം വാങ്ങാനായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാടുകുറ്റി യൂണിറ്റ് 1.1 ലക്ഷം രൂപ പഞ്ചായത്തിനു കൈമാറി. ജനകീയ സമിതിയുടെ സഹകരണത്തോടെയാണ് കളിസ്ഥലത്തിനായി ഭൂമി വാങ്ങാൻ തീരുമാനിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് PL ജോസ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസിന് ചെക്ക് കൈമാറി. ഭാരവാഹികളായ ആന്റണി അവരേഷ്, TN സുരേഷ്, MD ജോസ്, ES സദാനന്ദൻ, ദേവസി പാലാഴി, PM ശശിധരൻ, ഡൊമിനിക് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാഖി സുരേഷ്, മോഹിനി കുട്ടൻ, പഞ്ചായത്ത് അംഗങ്ങളായ KN രാജേഷ്, ജാക്സൺ, ഡെയ്സി ഫ്രാൻസിസ്, മോളി തോമസ്, വർക്കി തേലേക്കാട്ട്, ലിജി അനിൽകുമാർ, ഡാലി ജോയ്, ജീജ സെബാസ്റ്റ്യൻ, സീമ പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു. പോട്ട വാഴക്കുന്ന് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടത്തി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ലൂയിസ് മേലേപ്പുറം അധ്യക്ഷത വഹിച്ചു. ക്രാക്ട് പ്രസിഡന്റ് പോൾ പാറയിൽ മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർമാരായ ജിജി ജോൺസൺ, സുനോജ് ക്രാക്ട്, സെക്രട്ടറി PD ദിനേശ്, സെക്രട്ടറി വിജോ ജോർജ്,
വൈസ് പ്രസിഡന്റ് ആന്റണി പല്ലിശ്ശേരി, ജിംസൺ ജേക്കബ്, CV ജേക്കബ് എന്നിവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര കൂർക്കമറ്റത്ത് വെട്ടുകത്തിക്കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ പിടിയിൽ. പരിയാരം അന്ത്രക്കാമ്പാടം സ്വദേശിയായ പള്ളത്തേരി വീട്ടിൽ 47 വയസ്സുള്ള ബിജു എന്നയാളാണ് വെള്ളിക്കുളങ്ങര പോലീസിന്റെ അറസ്റ്റിലായത്. പുല്ലൂർ ഊരകം സ്വദേശിയായ തൊമ്മാന വീട്ടിൽ ബിനുവും ഭാര്യയും മക്കളും താമസിച്ചു വരുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ബിനുവിനെ വെട്ടുകത്തിക്കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഭാര്യയെയും മക്കളെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഇയാളെ പിടികൂടിയത്. സംഭവത്തിൽ പരിക്കേറ്റ ബിനു ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ നൽകിയ പരാതി പ്രകാരമാണ് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തത്. അന്വേഷണം നടത്തി വരവേ ഒളിവിൽ പോയ ബിജു വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ K, സബ് ഇൻസ്പെക്ടർ വെൽസ് K തോമസ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ 3 പേരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങാലൂർ കുണ്ടുകടവ് സ്വദേശി പാറമേക്കാടൻ വീട്ടിൽ രമേശ്, തെക്കേ നന്ദിപുരം സ്വദേശി മൂലേക്കാട്ടിൽ വീട്ടിൽ അഭിലാഷ്, സഹോദരൻ അഖിലേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. നന്ദിപുരം ഇടലപ്പള്ളി ക്ഷേത്ര പരിസരത്ത് പരസ്യമായി മദ്യപിക്കുകയായിരുന്ന ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ SI CG മനോജിനെയും പോലീസുകാരെയും തട്ടിമാറ്റി പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. നന്ദിപുരത്ത് നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പള്ളി SHO KN മനോജ്, SI ജയചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പുതുക്കാട്, വരന്തരപ്പള്ളി സ്റ്റേഷനുകളിൽ അടിപിടി കേസുകളിൽ പ്രതിയാണ് രമേശ്. അഭിലാഷിന് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും ഒരു പോക്സോ കേസും നിലവിലുണ്ട്. അഖിലേഷ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ വധശ്രമ കേസിലെ പ്രതിയാണ്. ലഹരിയെ ചെറുക്കാം, മൈതാനങ്ങളിലേക്ക് മടങ്ങാം എന്ന സന്ദേശം പകർന്ന് ബാറ്റും ബോളും എടുത്ത് കളക്ടർ അർജുൻ പാണ്ഡ്യനും തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറും സിറ്റീസ് പോലീസ് കമ്മീഷണർ R ഇളങ്കോയും ക്രിക്കറ്റ് മൈതാനത്ത്. സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെൻറ്റിലാണ് ഓൾറൗണ്ട് പ്രകടനവുമായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ ക്രിക്കറ്റ് പ്രേമികളുടെയും ആരാധകരുടെയും മനം കവർന്നത്. ഓപ്പണിംഗ് ബാറ്ററായി ഇറങ്ങി സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചപ്പോൾ ബൗളറായി തിളങ്ങി DIG ഹരിശങ്കർ വിക്കറ്റും കരസ്ഥമാക്കി. ഓഫീസേഴ്സ് 11 വേണ്ടിയായിരുന്നു മൂവരുടെയും മിന്നും പ്രകടനം. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും തിളങ്ങിയ കളക്ടർ ആദ്യ മത്സരത്തിൽ കളിയിലെ ക്യാമനുമായി. കളക്ടർ അർജുൻ പാണ്ഡ്യൻ ക്യാപ്റ്റനായ ഓഫീസേഴ്സ് 11-ആയി സബ് കളക്ടർ അഖിൽ V മേനോനും ASP ഹാർദിക് മീണയും കളിക്കാനിറങ്ങി. അരണാട്ടുകര ലൂങ്സ് അക്കാദമിയിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ ബാറ്റ് ചെയ്ത് നിർവഹിച്ചു. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MV ബാബു അധ്യക്ഷത വഹിച്ചു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ, DIG S ഹരിശങ്കർ, ASP ഹാർദിക് മീണ, കോർപ്പറേഷൻ കൗൺസിലർമാരായ K രാമനാഥൻ, അഡ്വക്കേറ്റ് അനീസ്, ശ്രീലാൽ ശ്രീധർ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, സ്പോർട്സ് കൺവീനർ B സതീഷ് എന്നിവർ പങ്കെടുത്തു. മേയർ MK വർഗീസ്, KMP ബിൽഡേഴ്സ് MD KM പരമേശ്വരൻ, എക്സൈസ് ഇൻസ്പെക്ടർ KV റോയി എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓഫീസേഴ്സ് 11 കൂടാതെ എക്സൈസ് 11, കോർപ്പറേഷൻ കൗൺസിലർമാരുടെ ടീമായ ലീഡേഴ്സ് 11, തൃശൂർ പ്രസ് ക്ലബ്ബ് 11 എന്നിവരാണ് ടൂർണമെൻറ്റിൽ മാറ്റുരച്ചത്. കൊടകര ഗാന്ധിനഗറിൽ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ വിഷുദിനത്തിൽ നടത്താനിരുന്ന ഗ്രാമോത്സവം ഈസ്റ്റർ ദിനത്തിൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. വൈകിട്ട് 6 മണി മുതൽ കൊടകര ഗാന്ധിനഗർ ക്ലബ്ബ് പരിസരത്താണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മിമിക്രി കലാകാരൻ ശ്രീജിത്ത് പേരാമ്പ്ര മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് സുമംഗലി ടീം കൊടകരയും ത്രയംബകം ടീം കാവുന്തറയും അവതരിപ്പിക്കുന്ന വനിതകളുടെ ഫ്യൂഷൻ കൈകൊട്ടിക്കളിയും നെല്ലായി തെയ്യന്നം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ഉണ്ടായിരിക്കും. കൂടാതെ വർഷങ്ങളായി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏകലവ്യ കലാകായിക സമിതിക്ക് ചില സുമനസ്സുകൾ നൽകുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ കൈമാറ്റവും നിർധനർക്ക് പച്ചക്കറി കിറ്റും പലവ്യഞ്ജന കിറ്റ് വിതരണവും കൂപ്പൺ നറുക്കെടുപ്പും ഉണ്ടായിരിക്കും. വിഷുവിന് കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് പരിപാടികൾ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിജ്ഞാന കേരളം തൃശൂർ തൊഴിൽ പൂരത്തിനോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഗാ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ദേശീയപാത ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട ടാറ്റ സുമോ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പോസ്റ്റിലിടിച്ച് അപകടം. കാടുകുറ്റി പഞ്ചായത്തിന് കളിസ്ഥലം വാങ്ങാനായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാടുകുറ്റി യൂണിറ്റ് 1.1 ലക്ഷം രൂപ പഞ്ചായത്തിന് കൈമാറി. വെള്ളിക്കുളങ്ങര കൂർക്കമറ്റത്ത് വെട്ടുകത്തിക്കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ പിടിയിൽ. പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ 3 പേരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.